ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മുന്നത്തെ രണ്ട് വീഡിയോസിൽ എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം നല്ല വോളിയം കുറവായിട്ടുണ്ടായിരുന്നു. എങ്കിലും നിങ്ങൾ മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്തു, വീഡിയോസൊക്കെ നന്നായിട്ട് കണ്ടു, എനിക്ക് ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ ഞാൻ ഒത്തിരി സൗണ്ട് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡ്രസ്സിനെ കുറിച്ചിട്ടോ ലോങ് ടോപ്പ്, കുർത്ത സെറ്റ് അങ്ങനെ ഒന്നിനെ കുറിച്ചിട്ടുമല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോസ് എന്തിനെ കുറിച്ചിട്ടാണെന്ന് വെച്ചാൽ, വീട്ടിലോട്ട് വേണ്ട ഒരുപാട് സാധനങ്ങൾ, വീട്ടിലോട്ട് ബാത്റൂമിലോട്ട് അങ്ങനെ വേണ്ട, എനിക്കിങ്ങനെ മീഷോ നോക്കിയപ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ, ഇത് വാങ്ങിയ അടിപൊളിയായിരിക്കും എന്നൊക്കെ തോന്നിയ പല സാധനങ്ങളും, ഒരു ബന്ധമില്ലാത്ത പല സാധനങ്ങളാണ് അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സാധനം തന്നെ നോക്കാം. ഫസ്റ്റ് സാധനം ഇതാണ്, ഞാൻ അൺബോക്സ് ചെയ്തതാണ്. ഇത് വാങ്ങിയതിൻ്റെ ബേസിക് കാരണം എന്താ വെച്ചാൽ, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പക്ഷെ ഈ സാധനം ഉണ്ടെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ നടക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് കേട്ടോ ഇപ്പം ഞാൻ വാങ്ങിയത്. ഇത് മൊത്തം ഇവനും അതാണ് കേട്ടോ. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ഹാങ്ങർ ആണ് കേട്ടോ. ബാക്കിൽ ഒരു ഹുക്ക് കൊടുത്തിട്ട്, ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ ഒട്ടിച്ച് വെക്കേണ്ടത് അവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് എന്താണോ ഹാങ് ചെയ്യേണ്ടത്, മിനി സംഭവങ്ങൾ ഇതിൽ ഹാങ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കീ, അല്ലെങ്കിൽ ചാർജർ, അല്ലെങ്കിൽ ഹെഡ്സെറ്റ്, അങ്ങനെ മൾട്ടി പർപ്പസ് ആണ്. അതേപോലെ തന്നെ മൾട്ടി കളേഴ്സും ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ റൂമിലൊക്കെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല. എന്നാൽ നമുക്കാണെങ്കിൽ ഇപ്പം ഹെഡ്സെറ്റ്, ചാർജർ എല്ലാം കൂടി ഒരു ഡ്രോയറിൽ എല്ലാവരും, മിക്ക ആൾക്കാരും അങ്ങനെയാണ് ചെയ്യാറ്. ഒരു ഡ്രോയറിൽ എല്ലാവിധ ചാർജറും അതിലോട്ട് ഇടും. വേണ്ട സമയത്ത് നമ്മൾ കുരുക്കൊക്കെ ഊരി അങ്ങനെ എടുക്കും. പക്ഷെ ഇതാവുമ്പോൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെ കുറിച്ച് അറിയിക്കും. അപ്പോൾ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. 10 ഉള്ളത്. അപ്പോൾ നമുക്ക് 10 ചാർജറും 10 ഹെഡ്സെറ്റും അങ്ങനെ എല്ലാം കൂടി നമുക്ക് എന്തൊക്കെയൊക്കെയോ കുറച്ച് ലാഭം ഉണ്ടാക്കാം. നമുക്ക് കാണാത്ത സൈഡിലോ അല്ലെങ്കിൽ കാണുന്ന സൈഡിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഹാങ് ചെയ്തിട്ട് വെക്കാൻ പറ്റും, കുരുക്കില്ലാണ്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 152 ആണ് പ്രൈസ്. ഞാൻ വാങ്ങിയ സമയത്ത് 130ക്ക് എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 152 ആണ് ഇപ്പോഴത്തെ പ്രൈസ് വന്നിട്ടിരിക്കുന്നത് കേട്ടോ. വേർത്താണോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഇല്ല, ഒരു 100 സംതിങ് റുപ്പീസിനുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കിത് സംഭവം മനസ്സിലായെന്നറിയില്ല. പിന്നെ ഇത് ഹാങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹാങ് ചെയ്യാം. നമുക്ക് ഇതൊരു തമ്പ് സ്റ്റൈലാണല്ലോ, തമ്പ് സ്റ്റൈലാകുമ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്യാം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം പിടിക്കുന്ന പോലെയും ഇങ്ങനെ ഒരു കുളത്തിടുന്ന പോലെയും ഒക്കെ നമുക്കിത് യൂസ് ചെയ്ത് വെക്കാം. അത് നമ്മുടെ മൈൻഡ്, നമ്മുടെ ഐഡിയാസിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഫസ്റ്റ് സാധനം ഇതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പം വേണമെങ്കിൽ ആരെങ്കിലും ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അയച്ചു തരത്തുള്ളൂ കേട്ടോ. രണ്ടാമത്തെ സാധനം എന്താന്ന് വെച്ചാൽ, രണ്ടാമത്തെ സാധനം ഒത്തിരി വീട്ടിൽ അത്രയും അത്യാവശ്യമുള്ള സാധനമായിരിക്കും. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ സാധനം ഇതാണ്. ഇങ്ങനത്തെ 2 ഉണ്ട് കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജറിൻ്റെ താഴെ ടാബിളോ ബെഡോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളൊരു സംഭവം ചെയ്യും. ചാർജറിൻ്റെ മുകളിൽ ഫോൺ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ വെക്കുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം ഇത് സ്റ്റിക്കാണ് കേട്ടോ. ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് നമ്മുടെ ഫോണ് ഇതിലോട്ട് ഹാങ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ യൂസേജ്. 2 കൊടുത്തിട്ടുള്ളത് ഞാൻ 2 വാങ്ങിയതാണ്. കാരണം ഞാൻ 2 വാങ്ങിയിട്ട് അതിൻ്റെ ഉപയോഗം, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ കുഞ്ഞു കുട്ടികൾ ഉള്ളത് കൊണ്ടാണ്
ഇത് വാങ്ങിയത്. കാരണം ചാർജർ ഒറ്റ വലിയാണ്, അപ്പോൾ ഫോണൊക്കെ താഴെ വീഴും, ചാർജറും അതേപോലെ താഴെ വീഴും, ഫോണും ചാർജറൊക്കെ കേടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിയാൽ കുട്ടികൾക്ക് എത്താത്ത സ്ഥലത്ത് നമുക്കിത് ഫിറ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ ചാർജറും ഓൾറെഡി ചാർജ് ചെയ്യുന്ന സ്ഥലം കുറച്ചും കൂടി ഹൈറ്റിലാവാനാണ് ചാൻസ് മിക്ക വീട്ടിലും, അല്ലാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീട്ടിലുള്ളവർക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ ചാർജറിൻ്റെ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത്, ചാർജ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫോൺ അതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ എ സി റിമോട്ട് എപ്പോഴും ബെഡിൽ വെക്കുന്ന ആൾക്കാരുണ്ട്, ടേബിളിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ വെക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ബെഡിൽ വെക്കുന്ന ആളാണ്. അപ്പോൾ ഇതും ബെഡിൽ നമ്മുടെ യൂസേജ്, നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ബെഡിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതെടുത്ത് കളിക്കില്ല. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രൈസ് വന്നിട്ട് 188 ആണ്. ഇതിന് മുന്നേ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അന്ന് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 200 ആയിരുന്നു. ഇപ്പോൾ 188-ന് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോൺ അവിടെയും ഇവിടെയും എല്ലായിടത്തും കൊണ്ടുപോയി വെക്കുന്ന, എല്ലായിടത്തും മിസ്സാക്കിയിട്ട് വീട്ടിൽ മൊത്തം തിരഞ്ഞെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഒരു കറക്റ്റ് ഒരു ഫിക്സ്ഡ് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അവർ അതിൽ തന്നെ വെക്കാൻ നോക്കും. അങ്ങനെ ഫോണ് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അപ്പം അതെനിക്കൊരു മെയിൻ റീസൺ ആയിട്ട് തോന്നി. ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരാളെ ബേസ് ചെയ്തിട്ട് മാത്രം വാങ്ങിയതാണ്. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. ഒരു സംഭവം മൾട്ടി പർപ്പസ് ആണ്. കാരണം നമുക്ക് ഫാനിൻ്റെ റിമോട്ട് വെക്കാം, എ സിൻ്റെ റിമോട്ട് വെക്കാം, പിന്നെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഫോണും വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് മൂന്നാമത്തെ സാധനം നോക്കാം. മൂന്നാമത്തെ സാധനം അത്യാവശ്യമുള്ള സാധനമാണ്. കാരണം നമ്മുടെ ബാത്റൂമിലൊക്കെ അത്യാവശ്യം നമുക്ക് ലിക്വിഡ്സും ഫേസ് വാഷും മോയ്സ്ചറൈസറും ക്ലെൻസറും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അത് പോട്ടെ, നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെക്കണമെങ്കിൽ അതിനൊരു ഹാങ്ങിങ് സെറ്റപ്പ് വേണം, അല്ലെങ്കിൽ താഴെ നിലത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ അതിന് പറ്റിയ ഒരു അടിപൊളി സാധനത്തെയാണ് ഞാൻ അടുത്തത് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ സംഭവം വന്നിട്ട്. ഇതും നമുക്ക് സ്റ്റിക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കാം. ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ രണ്ടും ബാത്റൂമിൽ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതെങ്ങനെയാ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ടാപ്പാണിത്. ഇത് അത്യാവശ്യം നല്ല ഭയങ്കരമായിട്ടും സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ടാപ്പാണ്. ഇപ്പം ഇതിമൊരു സ്റ്റിക്ക് ഉണ്ടാവും, അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിനനുസരിച്ചിട്ട് തന്നെ വെക്കണം കേട്ടോ. നിൽക്കുന്നുണ്ടില്ലേ? അപ്പം ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിന്നോളും. ആ ടാപ്പ് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഹാങ് ചെയ്തിട്ട് നിന്നോളും. അപ്പം ഇവിടെയും അത് കറക്റ്റ് നമ്മൾ സൈസൊക്കെ അളന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിമ്മ കൊളത്തിയിട്ടതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. രണ്ടെണ്ണത്തിന് 2 ടാപ്പ് വെച്ചിട്ട് 4 ടാപ്പും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സോപ്പ് ഹോൾഡറും ഞാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് അത്യാവശ്യമായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ വെക്കാം, പക്ഷെ അതത്ര ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പെയറായിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. 2 എണ്ണത്തിന് പെയറായിട്ട് 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ബാത്റൂമുക്കും കൂടി വാങ്ങിയതാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തിന് പല ടൈപ്പ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഇത് 2 ബാത്റൂമിലോട്ട് ഇത് മൊത്തത്തിൽ സെറ്റായിട്ട് വാങ്ങി. ഇപ്പം ഇത് ഞാൻ വേറെ 2 ബാത്റൂമിലോട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന എത്ര സാധനങ്ങൾ നമുക്ക് വെച്ചാലും, നല്ല വെയിറ്റ് ഉള്ളത് വെച്ചാലും ഒരു പ്രശ്നമില്ല. അത്രയും സ്ട്രോങ്ങിൽ നിൽക്കുന്നുണ്ട്, ഞാൻ ഗ്യാരണ്ടി. പിന്നെ നോക്കിയ സമയത്ത് ഇതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അത് വാങ്ങുമ്പോൾ ഉള്ള ഫോട്ടോസ്. അതൊരു ബ്ലൂ കളറായിരുന്നു. ആ ബ്ലൂ കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷെ വന്നപ്പോൾ വൈറ്റ് ആണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മീഷോൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ആ ബ്ലൂ കാണുമ്പോൾ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ നിൽക്കേണ്ട, വൈറ്റാണ് കിട്ടുക. വൈറ്റും എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. പിന്നെ അതിൽ അവർ ഡീറ്റെയിൽഡ് കൊടുക്കുന്നതിൽ വൈറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ അത് വാങ്ങും. അപ്പോൾ പിക്ചർ നോക്കിയിട്ടാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാം വാങ്ങാറ്. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ നോക്കുക. ഇതിലങ്ങനെ സെറ്റായിരുന്നു, അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ വേറെയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വാങ്ങുക. അല്ലെങ്കിൽ വീണ്ടും റിട്ടേൺ ചെയ്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കോട്ടാം. പിന്നെ പ്രൈസ് വന്നിട്ട് 185 ആണ്. പിന്നെ ഇതും ഇങ്ങനെയും പിന്നെ ഇതിനക്ക് വെച്ചിട്ട് 4, 5, 6 സ്റ്റിക്കും കൂടിയാണ് 185-ന്. നല്ല വേർത്താണ് കേട്ടോ. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാം കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനത്തെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വേർത്താണ്. ലാസ്റ്റ് സാധനം ഇത് ഇപ്പോൾ വാങ്ങിയ സാധനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ വാങ്ങിപ്പോയപ്പോൾ ഇതും ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുക്കുന്നു. ഇതെൻ്റെ മോൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോയ് വാങ്ങിയതാണ്. ഒരു ലേണിംഗ് ടോയ് ആണ്. ഇത് ആൽഫാബറ്റ് പ്ലേറ്റ്സ് ആണ് കേട്ടോ. ഇതൊരു പസിൽ പോലെയാണ് ഇട്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എ പഠിപ്പിക്കുമ്പോൾ എ റിമൂവ് ചെയ്യും, എന്നിട്ട് അവർ തന്നെ വെച്ച് തരും. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ റിമൂവ് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് ഇത് വെപ്പിച്ചിട്ടൊക്കെ നമുക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ സാധനം. ഇതിൻ്റെ പല വെർഷൻ ഉണ്ട്. ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊരു വുഡ് ടൈപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു മൾട്ടി കളറാണ്. ഒരുപാട് കളർ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ലെറ്റേഴ്സും ഇതേപോലെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അതേപോലെ തന്നെ ഒത്തിരി യൂസേജ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 152 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇതിനെക്കുറിച്ച് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതാണ് സംഭവം. ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നെട്ടിച്ചോണ്ടത് ഇതൊരു പോട്ടി സീറ്റാണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മെയിൻ കാര്യം തന്നെ നമ്മുടെ കുട്ടികൾക്ക്, ഞാൻ കൂടുതലും കുട്ടിക്ക് യൂസ് ചെയ്തിരുന്ന പോട്ടി ആയിരുന്നു. ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, ട്രാവൽ ചെയ്യുമ്പോൾ മോൾക്ക് ഏറ്റവും വരുന്നൊരു ബുദ്ധിമുട്ട് ഈ ഒരു സംഭവം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സുഖമായിരിക്കും. പാമ്പേഴ്സൊക്കെ എപ്പോഴും മാറ്റി കളിക്കണ്ട. പിന്നെ പമ്പേഴ്സിലാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ വരെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാവുമ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്യാനും സുഖമാണ്. നമുക്കങ്ങനെ വല്ലാണ്ട് വൃത്തികേടൊന്നുമില്ല, നല്ല ഹൈജീനിക് ആയിട്ട് തോന്നി. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് മനസ്സിലാവാത്തവർക്ക് നമ്മുടെ ക്ലോസറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇരുത്തി ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇരുത്തി യൂസ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്, നല്ല പെർഫെക്ഷൻ ഉണ്ട്. പിന്നെ ഇത് കാണാനും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കി വാങ്ങാൻ നോക്കട്ടെ. നിങ്ങളുടെ ക്ലോസറ്റ് ഏത് ഷേപ്പിലാണെന്നും ഇത് ഫിറ്റ് ആവുമെന്നൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക. ഇത് നമുക്ക് ബാത്റൂമിൽ തന്നെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹുക്കും കിട്ടും കേട്ടോ. ഇതിവിടെ നിന്നിട്ട് ഹാങ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 296 രൂപയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ 1K സബ്സ്ക്രൈബർ ആയി. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ആക്സസറീസും ഹോം ഡെക്ക് സാധനങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ടൈം ഞാൻ എന്തിൻ്റെ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.